ലോകകപ്പൊക്കെ നേടിയതിന് ശേഷം സഞ്ജു സാംസണും ഭാര്യയും ഇന്നലെ കേരളത്തിൽ മടങ്ങി എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ സഞ്ജുവിൻ്റെ ഭാവിയെക്കുറിച്ചാണ് ശരിക്കും ചർച്ച ചെയ്യേണ്ടത്. ഇന്ത്യയുടെ അതുപോലെ ചെന്നൈ IPL ടീമിൻ്റെ ക്യാപ്റ്റനും ഇന്ത്യയുടെ T20 ക്യാപ്റ്റനും ആകാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ? ഒന്ന് സഞ്ജു മടങ്ങിയെത്തി, പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ കാരണം അതിൻ്റെ ഒരു പ്രാധാന്യം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ചെന്നൈ ക്യാപ്റ്റൻ ആവുക എന്ന് പറഞ്ഞാൽ ചെന്നൈ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ സീസണിൽ എന്തായാലും ചെന്നൈയുടെ ക്യാപ്റ്റൻ ആവാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ഫോം ഔട്ട് ആവുകയൊക്കെ ചെയ്തിട്ട് അത് അസംഭവ്യമാണ് ഇന്നത്തെ കാലത്ത്. പക്ഷേ ഇന്ത്യയുടെ T20 ടീമിൻ്റെ ക്യാപ്റ്റൻ ആവാൻ സഞ്ജുവിന് ഇനി വലിയ സാധ്യതയാണ്. കാര്യം സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ നല്ലൊരു പ്ലെയറാണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ T20 പ്ലെയർ ആയിരുന്നു ഈ സൂര്യകുമാർ യാദവ്. അഭിഷേക് ഇന്റർനാഷണൽ ടീമിലെത്തിയ ആളാണ്, ഇന്ത്യൻ ടീമിൽ. അഭിഷേക് ശർമ്മ ആണ് ഇപ്പോൾ നമ്പർ 1 എങ്കിലും അതിൻ്റെയൊക്കെ മുകളിൽ എല്ലാ സ്ഥലത്തും സ്കൈ എന്നാണ് അറിയപ്പെടുന്നത്. എവിടെ വേണമെങ്കിലും ഷോട്ട് അടിക്കും. അങ്ങനെ ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രതിഭയാണ് സൂര്യകുമാർ. ഫോം ഔട്ട് ഈ ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദം കാരണമാണ് സൂര്യകുമാർ യാദവ് ഫോം ഔട്ട് ആയത്. സൂര്യകുമാർ യാദവിനെ പോലെ അത്രയും വെറൈറ്റി ആയിട്ടുള്ള പ്ലെയർ ഒരിക്കലും ഫോം ഔട്ടായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ സമ്മർദ്ദം കാരണം ഫോം ഔട്ട് ആവുന്നത് ഇന്ത്യക്ക് ഗുണകരമായ അല്ല. അതുകൊണ്ട് തന്നെ പണ്ട് സച്ചിൻ തെണ്ടുൽക്കർ ക്യാപ്റ്റൻ ആയപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ അപ്പം തന്നെ സച്ചിൻ തെണ്ടുൽക്കറുടെ ക്യാപ്റ്റൻസി എന്ന് മാറി പിന്നെ ഫ്ലുവൻ്റ് ആയിട്ട് കളിക്കുകയും ചെയ്തു. പിന്നെ ഒരിക്കലും അത് ആ ഒരു പദവി ഏറ്റെടുക്കാൻ പോയില്ല. അതേപോലെ സൂര്യകുമാർ യാദവ് കപ്പ് നേടിയെങ്കിൽ പോലും സൂര്യകുമാർ യാദവിന്റെ പ്രകടനം വളരെ മോശമാണ്. സൂര്യകുമാർ യാദവ് ഫോം ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ 250 അടിച്ച പല സ്കോറുകളും 280 മാറിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഫോമില്ല. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനെ മാറ്റേണ്ട സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. കാര്യം നല്ലൊരു പ്ലെയറിനെ നമുക്ക് തിരിച്ചു കാണാം. ആ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പം പല കോമ്പിനേഷൻ ചിന്തിക്കുമ്പം സമ്മർദ്ദങ്ങൾ അതിജീവിച്ചിട്ടാണ് സഞ്ജു കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ അടുത്ത ഉടനെ ആക്കിയില്ലെങ്കിൽ പോലും അടുത്തൊരു ടൂർണമെന്റ് കഴിഞ്ഞിട്ട് IPL കഴിഞ്ഞിട്ടാണല്ലോ അടുത്ത സീസൺ. IPL സഞ്ജു വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുകയും സമ്മർദ്ദങ്ങളെല്ലാം അവിടെ അതിജീവിച്ച് വലിയ വിജയങ്ങളിലേക്ക് ടീമിനെ കൊണ്ടുപോവുകയും ചെയ്താൽ തീർച്ചയായിട്ടും സഞ്ജുവിന്റെ പേര് തന്നെയാവും T20 ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ചർച്ച ചെയ്യപ്പെടും. സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ സഞ്ജു കഴിവ് തെളിയിച്ച ആളാണ്. അദ്ദേഹത്തിനെ ഒരിക്കലും ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദം ബാധിച്ചിട്ടില്ലായിരുന്നു. IPL പോലെ ഒരു അത് മാത്രമല്ല അത് ഫൈനലിൽ കൊണ്ടുവന്നു എന്നുള്ള ഒരു തവണ പ്ലേ ഓഫിലും കൊണ്ടുവന്നു, ഒരു തവണ ഫൈനലിലും കൊണ്ടുവന്നു. കഴിഞ്ഞ തവണ മാത്രമാണ് അത് പോയത്. കാരണം കഴിഞ്ഞ തവണ ഒരു കൺസിസ്റ്റന്റ് ക്യാപ്റ്റൻസി കിട്ടിയില്ല അദ്ദേഹത്തിന്. മാത്രമല്ല പന്ന ടീമായിരുന്നു. അതുപോലെ ടീമുമായിട്ട് സഞ്ജുവിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ടീം മാറേണ്ടി വന്നത്. അപ്പൊ ഇത് ശരിക്കും അവരപ്പം സഞ്ജുവിന്റെ ഒരു 1-2 കളി വെച്ച് വിലയിരുത്തിയാണ് സഞ്ജുവിനെ അവർ തഴയുന്ന അല്ലെ അവഗണിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹം മനസ്സും അടുത്തിട്ടാണ് ശരിക്കും കഴിഞ്ഞ തവണ ടീമിനെ നയിച്ചത്. അതേപോലെ തന്നെ സഞ്ജുവിന്റെ നമ്മളെ കരിയർ നോക്കിയാലേ സഞ്ജു മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്ന ഒരു പ്ലെയറാണ്. കാര്യം 2017 സഞ്ജു കേരള രഞ്ജി ട്രോഫി ടീമിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ രഞ്ജി ട്രോഫി ടീമിന്റെ ഭാഗമാണ് സഞ്ജു നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു മത്സരത്തിൽ സഞ്ജു പരാജയപ്പെട്ട സഞ്ജുവിന് അത് സഹിക്കവയ്യാതെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഡ്രസ്സിംഗ് റൂമിലോട്ട് വന്നിട്ട് ബാറ്റിനെ അടിച്ചു പൊട്ടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് സഞ്ജു ബാറ്റിനെ അടിച്ചു പൊട്ടിച്ചു എന്ന് മാത്രമല്ല ടീമിനെ വിട്ടെന്ന് പോവുകയും ചെയ്തു. അത് വലിയ വിവാദമായി, വലിയ അച്ചടക്ക നടപടികളിലേക്ക് കാര്യങ്ങളെത്തി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു സമിതിയെ തന്നെ വെച്ചിട്ട് ഈ വിഷയം അന്വേഷിച്ചിരുന്നു. അന്ന് സഞ്ജു ആ സമിതിക്ക് മുമ്പിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ തെറ്റ് സമ്മതിക്കുന്നുവെന്നും ഇനി ഇത് ആവർത്തിക്കില്ല എന്നും പറഞ്ഞാണ് ആ വിഷയം സഞ്ജു ഒഴിവാക്കിയത്. പിന്നീട് ഒരിക്കലും അച്ചടക്കത്തിന്റെ ഒരു അതിർവരമ്പ് ലംഘിക്കാൻ പുള്ളി തയ്യാറായിട്ടില്ല. ആ വാക്ക് ആ ടീമിനോട് KCB കൊടുത്ത ആ വാക്ക് അക്ഷരം പ്രതി പാലിച്ചു. പിന്നീടാണ് സഞ്ജുവിന്റെ കരിയർ ഇങ്ങനെ കയറി പോകുന്നത്, ബിൽഡപ്പ് ചെയ്യുന്നത്. അത് വളരെ കഷ്ടപ്പെട്ടാണ് ബിൽഡപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി അടിക്കുന്നത്. അത് ഈ മറ്റേ വിജയ് ഹസാരെ ട്രോഫിയാണ്. വിജയ് ഹസാരയിൽ പുള്ളി ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി അടിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ഡബിൾ സെഞ്ചുറി ആയിരുന്നു തോന്നുന്നു ഈ ആഭ്യന്തര ടൂർണമെന്റിൽ. അപ്പോൾ അങ്ങനെ അതടിച്ചു. അങ്ങനെ അദ്ദേഹം പിന്നെ മാത്രമല്ല എത്ര വലിയ ഇന്റർനാഷണൽ മത്സരം കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹം കേരള ടീമിൽ കളിക്കുന്നുണ്ട്. അത് തിരിച്ചു വന്നിട്ട് പുള്ളി കേരള ടീമിൽ കളിക്കും. അവസരം കിട്ടുമ്പോഴൊക്കെ കേരള ടീമിൽ കഴിഞ്ഞ KPL കേരള പ്രീമിയർ ലീഗ് കഴിയുന്നത് പരമാവധി കളിക്കുകയും ആ ടീമിനെ ജയത്തിലെത്തിക്കുകയും അത് പുള്ളിക്ക് മാത്രമല്ല പുള്ളിക്ക് അത് വലിയ ആത്മവിശ്വാസം കൊടുത്തു. സെഞ്ചുറി ഒക്കെ അടിച്ചില്ലേ. അതാണ്. അപ്പൊ ഈ നിലവിൽ ഇപ്പം ക്യാപ്റ്റൻ ആകാൻ കൃത്യമായിട്ടും യോഗ്യതയുള്ള ഒരാൾ തന്നെയാണ്. ഇപ്പം വിരാട് കോഹ്ലിയെ പോലെ അല്ലെങ്കിൽ രോഹിത് ശർമ്മയെ പോലെ രണ്ടുപേരും പ്രഷർ ഇല്ലാതെ കളിച്ച 2 ക്യാപ്റ്റന്മാരാണ്. പ്രഷറില്ലാതെ കളിച്ച ക്യാപ്റ്റന്മാർ ഇന്ത്യക്ക് വളരെ കുറവാണ്. ധോണി, അതുപോലെ സൗരവ് ഗാംഗുലി, ഈ പറയുന്ന വിരാട് കോഹ്ലി, ഈ രോഹിത് ശർമ്മ,
ഇവരൊന്ന് പണ്ട് ഇത് ആര് ക്യാപ്റ്റൻ ആവുന്നോ അവര് പണ്ട് ഒരാളുണ്ടായിരുന്നു കപിൽ ദേവ് അത് അദ്ദേഹമാണല്ലോ ഇന്ത്യയുടെ ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്ക് വഴിത്തിരിവായ ഒരാൾ. കളിച്ച ഒരു ക്യാപ്റ്റൻ. പണ്ടൊക്കെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദിലീപ് വെങ്സർക്കർ ക്യാപ്റ്റൻ ആവുന്നത്. അദ്ദേഹം അതോടെ തീർന്നു പോയി. സച്ചിൻ തെണ്ടുൽക്കർ ആയിരുന്നു ഏറ്റവും ഭീകരം. അദ്ദേഹത്തിന് ആ സമ്മർദ്ദം താങ്ങാനേ കഴിഞ്ഞില്ല. ഒരു കളിയിൽ പോലും പുള്ളിക്ക് ഒരു കളിയിലെങ്ങാണ്ട് ആകെ പുള്ളിക്ക് ഷൈൻ ചെയ്യാൻ പറ്റി. പിന്നെ സമ്മർദ്ദമില്ലാതെ കളിച്ച മുഹമ്മദ് അസറുദ്ദീനും ഉണ്ടായിരുന്നു. സമ്മർദ്ദമില്ലാതെ കളിച്ച മുഹമ്മദ് അസറുദ്ദീനുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് വന്ന ശരിക്കും ഇന്ത്യൻ ടീമിന്റെ ഒരു ഭാവി മാറ്റി എഴുതിയ ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഈ 2020 ലോകകപ്പോടെ സഞ്ജുവിനെ ഇനി ഏകദിനത്തിലും കളിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ്. ആണ്. കാരണം സഞ്ജു ഏകദിനത്തിൽ അവസാനം കളിച്ച കളിയിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. സാഹചര്യത്തിനനുസരിച്ച് കളിക്കുന്ന ആളാണ്. സെഞ്ചുറി അടിച്ച ഏകദിനത്തിലെ അവസാന മത്സരത്തിൽ സെഞ്ചുറി അടിച്ച പ്ലെയറാണ്. പിന്നെ ഏകദിനം കളിച്ചിട്ടില്ല. അവിടെയും ഭീഷണി വരുന്നത് ഗില്ലിനാണ്. സഞ്ജു വന്നാൽ ഭീഷണി വരുന്നത് ഗില്ലിനാണ്. ഗില്ലി ഇപ്പൊ സ്ഥിര ഓപ്പണർ ആണല്ലോ ഏകദിനത്തിൽ. അല്ല, ഏകദിനത്തിൽ വേണമെങ്കിൽ സഞ്ജുവിന് കുറച്ചും കൂടെ മാറി ഇറങ്ങാം. ഒരു വിക്കറ്റ് കീപ്പറുടെ റോളിൽ കളിക്കാൻ പറ്റും. പക്ഷേ ഓപ്പണറായിട്ട് കളിച്ചല്ലേ അദ്ദേഹം സെഞ്ചുറി അടിച്ച്. സൗത്ത് ആഫ്രിക്ക അഞ്ചാമനായിട്ടൊക്കെ നല്ല കളി കളിക്കുന്ന ഒരാളാണ് സഞ്ജു. അപ്പോൾ ഈ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും കാത്തിരിക്കുന്നത് വലിയ പദവികളും ഒപ്പം തന്നെ വലിയ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് അദ്ദേഹം ഉയർന്നു. അതേപോലെ സഞ്ജുവിന്റെ ഇത് കേരള ക്രിക്കറ്റിന് വലിയ ആവേശമാണ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനിയിപ്പം കേരള ടീമിൽ നിന്ന് പലരും കേരള ടീം രഞ്ജി ട്രോഫിയുടെ ഫൈനൽ വരെ എത്തിയതാണ്. അപ്പൊ ഒരു ദേശീയ ശ്രദ്ധയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും നല്ല പ്ലേയേഴ്സ്, ബാറ്റ്സ്മാൻമാരൊക്കെ നല്ല ബാറ്റ്സ്മാൻമാരുണ്ട്. അവരൊന്നും IPL ടീമുകളിൽ പോലും പരിഗണിക്കപ്പെടാതെ പോകുന്ന താരങ്ങളുണ്ട്. വളരെ ബിഗ് ഹിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം സഞ്ജു ഇന്ത്യൻ ക്യാപ്റ്റൻ ആയാൽ കുറച്ചും കൂടെ സഞ്ജുവിന്റെ കപ്പാസിറ്റി കൂടും. ഇപ്പോഴും IPL വരുമ്പോഴും എല്ലാവരും ഉറ്റുനോക്കുന്ന ടീം ചെന്നൈ ആയിരിക്കും. ചെന്നൈ എന്ന് പറഞ്ഞാൽ സഞ്ജുവിന്റെ കളിയായിരിക്കും അവർ ഉറ്റുനോക്കാൻ പോകുന്നത്. കാരണം പറയത്തക്ക അറിയപ്പെടുന്ന ബാറ്റ്സ്മാൻമാരൊന്നും ചെന്നൈ ടീമിലില്ല. രാജസ്ഥാൻ റോയൽസിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം സഞ്ജുവിനെ പിണക്കിയത്. അതെ, രാജസ്ഥാൻ റോയൽസ് അയാളെ എഴുതി തള്ളിയെന്നുള്ളതാണ്. അത് ഫാൻസിന്റെ എണ്ണത്തിലൊക്കെ വലിയ കുറവ്, ഇടിവുണ്ടാവും. അത് ഏറ്റവും വലിയ മണ്ടത്തരം അവർ കാണിച്ചത്. ഫാൻ ബേസ് ഉള്ള ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള കളിക്കാരൻ സഞ്ജുവാണ് ഇന്ത്യയിൽ. രോഹിത് ശർമ്മയെക്കാൾ ഫാൻ ബേസ് ഉള്ള ആളാണ് നിലവിൽ. ഈ മാൻ ഓഫ് ദ സീരീസും കൂടെ ആയപ്പോ നല്ല പോലെ ആയി. കാരണം പിന്നെ ഫാൻ ബേസ് കുറവ് കേരളത്തിലാണ് പുള്ളിക്ക് എന്നാണ്. കമന്റേറ്റേഴ്സ് സഞ്ജുവിനെ വിമർശിച്ചിരുന്ന കമന്റേറ്റേഴ്സ് പോലും ഇപ്പൊ സഞ്ജുവിനെ അനുകൂലിച്ചു വന്നു. സുനിൽ ഗവാസ്കർ എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞ ഈ രവിശാസ്ത്രിയാണ് പറഞ്ഞത്, സഞ്ജുവിനെ നിങ്ങൾ ഓപ്പണിങ്ങിന് ഇറക്കിയെങ്കിൽ മാത്രമേ ഇന്ത്യൻ ടീം രക്ഷപ്പെടൂ എന്നുള്ള. പുള്ളി ആ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള കളിക്കകത്താണ്, കമന്ററിക്കിടയിലാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം ഇത് എനിക്കൊന്ന് ടീം മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചു കാണും. കാരണം പഴയ മുൻ കോച്ചാണല്ലോ. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ തിരിച്ചറിവ് സംഭവിച്ചത് സച്ചിൻ തെണ്ടുൽക്കർക്കാണ്. അതുകൊണ്ടാണ് സച്ചിൻ തെണ്ടുൽക്കർ സഞ്ജുവിനെ വിളിക്കുന്നതും സഞ്ജുവിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതും. സച്ചിൻ തെണ്ടുൽക്കറിന്റെ മകന്റെ കല്യാണ ദിവസങ്ങളിൽ പോലും ആ തിരക്കുകൾക്കിടയിൽ പോലും സഞ്ജുവിന് വേണ്ടി സച്ചിൻ തെണ്ടുൽക്കറിനെ പോലെ ഒരാൾ 3-4 മണിക്കൂർ ഫോണിൽ സംസാരിച്ചു, അല്ലെങ്കിൽ ഒന്നിലേറെ തവണ സംസാരിച്ചു എന്ന് സഞ്ജു പറയുമ്പോൾ സഞ്ജുവിനെ കൊണ്ട് ഇത് കഴിയൂ എന്ന് ക്രിക്കറ്റിന്റെ ദൈവം തന്നെ തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളത്. അതാണ് ഈ നമ്മളിപ്പോ ദൈവം എന്ന് പറയുന്നത് ആവശ്യഘട്ടങ്ങളിൽ അവതരിക്കുന്ന ആളാണല്ലോ. ഇവിടെ സഞ്ജുവിന് വേണ്ടി ക്രിക്കറ്റ് ദൈവം അവതരിക്കുകയാണ്. എന്തായാലും വരുന്ന ഇന്ത്യൻ ടീമിന്റെ T20 ടീമിന്റെ വരുന്ന സീസണിലെ മാച്ചുകളിൽ സഞ്ജു സാംസൺ ഇന്ത്യൻ ക്യാപ്റ്റന്റെ ക്യാപ്പ് അണിഞ്ഞ് ഗ്രൗണ്ടിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.